നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മെഴ്സിഡസ് ബെൻസ് ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഭാരത് ബെൻസിൻ്റെ ഈ കാണുന്ന ഗ്ലൈഡർ മോഡൽ ബസ്സല്ല, സാക്ഷാൽ മെഴ്സിഡസ് ബെൻസിൻ്റെ SHD 2441 എന്ന 410 HP ഭീമാകാരൻ എഞ്ചിനോട് കൂടി വരുന്ന നമ്മുടെ മാർക്കറ്റിംഗുകാർ ഹോട്ടൽ ഓൺ വീൽസ് എന്ന ക്യാപ്ഷനിൽ അടിച്ചിറക്കിയ ഈ ഒരു വണ്ടിയിൽ ആക്ച്വലി സൗത്ത് ഇന്ത്യയിൽ അധികം ഓപ്പറേറ്റർമാരുടെ കയ്യിലൊന്നും ഞാൻ ഈ വണ്ടി കണ്ടിട്ടില്ല. കാരണം അതിനത്ര സെയിൽസ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. ആക്ച്വലി മാർക്കറ്റിൽ ഇവൻ്റെ സെയിൽസ് കുറയ്ക്കാൻ കാരണമായ പ്രധാനപ്പെട്ട ഫാക്ടർ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ 410 HP എഞ്ചിനൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ മൈലേജ് അവിടെ പോയി. പിന്നെ വോൾവോയുടെ B11R 9400 സ്കാനിയ മെട്രോലിങ്ക് ഒക്കെ ആയിരുന്നു ആ സമയത്ത് ഇവൻ്റെ കോമ്പറ്റീറ്റേഴ്സ്. ഈ കോമ്പറ്റീറ്റേഴ്സിന് നല്ല പ്രൈസാണ്, നല്ല ഇനീഷ്യൽ കോസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലും കുറച്ചുകൂടെ പൈസ മുടക്കി മെഴ്സിഡസ് ഇറക്കാൻ തുനിയോ? പിന്നെ ജർമ്മൻ വണ്ടി ആയതുകൊണ്ട് തന്നെ പാർട്സിൻ്റെ അവൈലബിലിറ്റിയും പാർട്സിൻ്റെ കോസ്റ്റും, സോറി സാർ, പാർട്സ് ജർമ്മനിയിൽ നിന്നൊക്കെ വന്നിട്ടാണെന്നൊക്കെ നമ്മൾ ഈ സർവീസ് സെൻറ്ററിൽ വണ്ടി കൊണ്ട് ചെല്ലുമ്പോൾ അവിടുത്തെ സർവീസ് അസിസ്റ്റൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു പ്രതികരണം? പിന്നെ സർവീസ് സെൻറ്റർ അങ്ങനെ പറയത്തക്ക അധികം സർവീസ് സെൻറ്ററും ഇല്ല. അതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കുറച്ച് ബാക്ക്ലാഷ് ഉണ്ടാവാൻ കാരണമായ കുറച്ച് ഫാക്ടേഴ്സ്. ചുരുക്കത്തിൽ നമ്മുടെ ഡെയ്മലർ ഇന്ത്യയുടെ മുന്നേ പറന്ന കിളി അല്ലെങ്കിൽ മുന്നേ പറന്ന പക്ഷി എന്ന് പറയപ്പെടുന്നൊരു മോഡലായിരുന്നു ഇത്. എങ്കിലും അതുവഴി അവർക്ക് നല്ല രീതിയിലുള്ള മാർക്കറ്റ് സ്റ്റഡി നടത്താൻ പറ്റി. അതാണല്ലോ ഭാവിയിൽ അല്ലെങ്കിൽ പിൽക്കാലത്ത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഗ്ലൈഡർ C മോഡലുകളിലേക്കൊക്കെ ഡെയ്മലർ ഇന്ത്യനെ എത്തിച്ചത്. പിന്നെ ഈ മെഴ്സിഡസ് അല്ലെങ്കിൽ ഭാരത് ബെൻസ് പ്ലസ് MG ബോഡി കോമ്പിനേഷൻ എപ്പോഴും ഒരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം മെഴ്സിഡസും ഭാരത് ബെൻസും തമ്മിൽ ഉപ്പിലിട്ടതും തമ്മിലുള്ള അത്തരമുള്ള വ്യത്യാസം ഉണ്ടെങ്കിലും. എന്താ നിങ്ങളുടെ അഭിപ്രായം?